സാജു, സദാനന്ദന്റെ നിയമനത്തിൽ ബി.ജെ.പിക്കകത്ത് കാര്യമായ ഭിന്നതകൾ എന്തെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? അതോ ഒരു RSS നേതാവും കൂടി ആയതുകൊണ്ട് ഒരു പക്ഷേ RSSന്റെ ഒരു ശുപാർശയും കൂടി അതിനകത്ത് ഉണ്ടാവണം, അതുകൊണ്ട് ബി.ജെ.പിയിൽ കാര്യമായ ഒരു എതിർപ്പൊന്നും മറനീക്കി പുറത്തു വരാൻ സാധ്യതയില്ല എന്ന ലൈനിൽ കാണണമോ? ബി.ജെ.പിയിലെ ഭിന്നതകൾ ഉണ്ടെങ്കിലും ഒന്നും തന്നെ മറനീക്കി ഈ ഘട്ടത്തിൽ പുറത്തു വരില്ല. കാരണം ബി.ജെ.പിയുടെ സംഘടന ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ആ പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷേ സദാനന്ദനെ പോലെ ഒരാളെ RSSന്റെ കൂടി ശുപാർശയോടുകൂടിയായിരിക്കും ഇത്തരത്തിലൊരു പദവിയിലേക്ക് പാർട്ടി പരിഗണിച്ചിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴത്തെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തോട് വലിയ എതിർപ്പുകൾ ഉള്ള സുരേന്ദ്രൻ, വി മുരളീധരൻ പക്ഷം അടക്കമുള്ളവർ ഒന്നു തന്നെ ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറയാനുള്ള ഒരുവിധ സാധ്യതയുമില്ല. അങ്ങനെ പറയാനും കഴിയില്ല. ഒന്ന്, RSSന്റെ ശുപാർശയും പിന്തുണയും ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട്. അപ്പോൾ RSS നേതൃത്വത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ എതിർപ്പ് സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരനോട് എതിർപ്പുള്ള വിഭാഗവും പോലും ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നു. മാത്രമല്ല, സദാനന്ദന് അത്തരം ഒരു പദവി നൽകിയതിനെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിമർശനമോ മുറുമുറുപ്പോ ഉയർത്തിയാൽ അതിന് അണികൾ നൽകുന്ന സന്ദേശവും തിരിച്ചടിയുടേത് തന്നെയായിരിക്കും എന്ന കാര്യവും ബി.ജെ.പിയിലെ ഇപ്പോൾ എടഞ്ഞു നിൽക്കുന്ന പക്ഷത്തിന് അറിയാം എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവരും ഏതെങ്കിലും അർത്ഥത്തിലുള്ള മുറുമുറുപ്പിലേക്കോ പരസ്യ പ്രസ്താവനകളിലേക്കോ ഒന്നും കടക്കാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ ഇല്ല എന്നുകൂടിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സൈഫുദ്ദീൻ. ശരി, എന്തായാലും അപ്രതീക്ഷിതമായ ഒരു പിക്ക് തന്നെയായിരുന്നു ഈ സദാനന്ദന്റേത്. രാഷ്ട്രപതിയുടെ നോമിനേഷനിലൂടെ രാജ്യസഭ MP ആവാൻ പോകുന്നു സദാനന്ദൻ. CPM-ഉമായുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ ആണ് അദ്ദേഹത്തിന് ഇരു കാലുകളും നഷ്ടമായത്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാര്യമായൊരു പരിഗണന നൽകി രാജ്യസഭ MP ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബി.ജെ.പി. വിശദാംശങ്ങൾ നൽകിയത് KR സാജു.